വൈകുന്നേരം ഇപ്പോൾ വീട്ടിൽ സ്വത്തുവിനെ കാണില്ല കേട്ടോ. സ്വത്ത് എവിടെയെന്ന് നോക്കിയപ്പോഴാണ് ഗേറ്റിൽ സ്വത്തുവിൻ്റെ മാമന്മാരെല്ലാം സ്വത്തുവിൻ്റെ അമ്മീമ്മീനെ കൂട്ടാൻ വേണ്ടി പോയി നിൽക്കണത്. അങ്ങനെ അമ്മീമ്മി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നു. സ്വത്ത് വന്ന വഴി തന്നെ അമ്മീമ്മിയുടെ ബാഗ് ചെക്ക് ചെയ്യാനാട്ടോ ആദ്യം നോക്കണത്. പാപ്പു എവിടെ, മിഠായി എവിടെ, ചോക്ലേറ്റ് എവിടെ എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. അമ്മീമ്മി പറയുന്നുണ്ട് ഇന്ന് ഞാനൊന്നും വാങ്ങിയിട്ടില്ല സ്വത്തു എന്നൊക്കെ പറഞ്ഞ് സ്വത്തുവിനങ്ങ് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ അമ്മീമ്മി എടുത്തു കൊടുത്തു. അപ്പോൾ എടുത്തു കൊടുത്തപ്പോഴും സ്വത്തുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കണ്ടില്ല. പിന്നെ അമ്മീമ്മി മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ സ്വത്തുവിന് നല്ല സന്തോഷമായി. ഇടയ്ക്കൊക്കെയാണ് ഈ മിഠായി വാങ്ങാറുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാമായിരുന്നു കേട്ടോ. ഈ ഈവനിങ് ടൈം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ചായ കുടിക്കാൻ പ്രത്യേക വൈബാണല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ TV കാണുന്ന ഫോൺ നോക്കുന്ന നേരം കൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ചു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മൾക്ക് ചോറ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ വേഗം കഞ്ഞി വയ്ക്കാൻ വിചാരിച്ചിട്ട് അരിയും പയറും കൂടി ഒന്നിച്ച് കുക്കറിലിട്ട് 2-3 വിസിലടിച്ച് നമ്മുടെ കഞ്ഞി റെഡിയാണല്ലോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വെക്കാൻ വിചാരിച്ച് വേഗം അരിയൊക്കെ കഴുകി കുക്കറിൽ വെച്ചു. അതോടുകൂടി നമ്മുടെ ഈവനിങ്ങിലെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നേരെ പോയിട്ട് TV കാണുകയാണ് നമ്മുടെ പണി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കണം. ബൈ.